നാട്ടിൽ നിന്ന് പപ്പ കഷ്ടപ്പെട്ട് പെറുക്കിക്കൊണ്ട് വന്ന മാങ്ങ കുറച്ച് ഞാൻ എൻ്റെ ആവശ്യങ്ങൾക്ക് എടുത്തിട്ട് ബാക്കി മുഴുവൻ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടു കൊടുത്തു കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഇതെല്ലാം കൂടെ വെച്ച് പെറുക്കി തിന്നിട്ട് എന്നാ ഉണ്ടാക്കാനായിട്ട് അല്ലേ? മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോഴും അവരത് എടുക്കുന്നത് കാണുമ്പോഴും എന്തൊരു സന്തോഷമാണ്. പിന്നെ ഇത് കണ്ടോ, ഇതാണ് എടനേലെ. നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്നാ പേര് പറയുന്നത്? നമ്മുടെ കുമ്പളപ്പം ഉണ്ടാക്കുകയല്ലേ, ചക്കപ്പഴാടാന്നൊക്കെ പറയും, പക്ഷെ ഞങ്ങളുടെയൊക്കെ നാട്ടിലോട്ട് കുമ്പളം എന്നാണ് പറയുന്നത്. അതുണ്ടാക്കുന്ന ഇലയും കുറച്ച് കരിവേപ്പിലൊക്കെ മമ്മി കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നേ. എനിക്ക് കുറച്ച് ചക്കപ്പഴവും തന്നു വിട്ടിട്ടുണ്ട്. ഇനി ഓഫുള്ളപ്പം വേണം ഇനി അതും കൊണ്ട് കുമ്പളം ഉണ്ടാക്കാൻ. പിന്നെ മമ്മി കുറച്ച് കുമ്പിളും കൊടുത്തു വിട്ടെന്നേ. മമ്മിയുടെ സ്പെഷ്യലാണ്, എപ്പോൾ വരുമ്പോഴും മമ്മിയുടെ വക കുമ്പിൾ കാണും. അതൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ജീവിച്ചു പോയി കേട്ടോ. പിന്നെ കുറച്ച് ഇറച്ചി വെള്ളത്തിയതുണ്ടായിരുന്നു, പിന്നെ പയറ് തോരനുണ്ടായിരുന്നു. അതെല്ലാം മമ്മി പാഴ്സലാക്കി തന്നു വിട്ടേ. അതുകൊണ്ട് തന്നെ എനിക്ക് വന്നപ്പം രാവിലെ ജോലിക്ക് പോകാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല. ഞങ്ങൾ വെളുപ്പിന് ഒരു 3 വീട്ടിൽ വന്ന് കയറിയപ്പം 3:30 ആയപ്പോൾ കിടന്നു, 5:30 ആയപ്പോൾ എഴുന്നേറ്റു. 2 മണിക്കൂർ ഉറക്കം കഴിഞ്ഞിട്ട് നേരെ ജോലിക്ക് പോയതാ. ഇത് കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ഞാനത് കൊണ്ടുവന്ന് മൊത്തത്തോടെ ഹോസ്പിറ്റലിൽ കൊണ്ട് ജോലിക്ക് പോയപ്പോൾ കൊണ്ടുപോയെന്ന്. അവിടെ ഭയങ്കര പിടിച്ചോറിയായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ നാട്ടിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന സാധനമേ നമ്മൾ തന്നെ കഴിക്കുമ്പോഴല്ല, മറ്റുള്ളവർക്കും കൂടെ കൊടുത്ത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമല്ലേ. എല്ലാവരും ഒത്തിരി ഹാപ്പിയാണ് കേട്ടോ. ഇനി ഈ വീഡിയോ കാണുമ്പോൾ കുറേ പേര് പറയും ലിറ്റി ഞങ്ങൾക്ക് കിട്ടിയില്ല, മോശമായി പോയെന്നൊക്കെ. എന്നാലും വേണ്ടില്ല, പരാതി എന്നാണേലും കേൾക്കും. പക്ഷേ ജോലിക്ക് വന്നിട്ടുണ്ടല്ലോ, എനിക്ക് ഉറക്കം വന്നിട്ട് ഒരു രക്ഷയില്ലായിരുന്നു. ഞാൻ പറഞ്ഞില്ല, അത്രയും ട്രാവൽ ചെയ്ത് രാത്രി ഉറങ്ങാതെ വെറും 2 മണിക്കൂർ ഉറങ്ങിയിട്ട് പോയി. എൻ്റെ മുഖം കണ്ട അത്രയും ക്ഷീണമൊന്നും പറയത്തില്ലല്ലേ, പക്ഷെ മുഖത്തില്ലെന്നേ ഉള്ളൂ, തല നേരെ നീക്കണ്ടേ. അതുകൊണ്ട് നേരെ ഓടി കോഫി ഷോപ്പിലോട്ട് പോയി ഒരു കോഫി സിപ്പ് ചെയ്തപ്പോൾ ഉണ്ടല്ലോ പകുതി ആശ്വാസം. അപ്പോൾ ശരി, എന്നാൽ പോയിച്ചും വരാം.